ഇറാനെതിരായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. യുദ്ധം തുടരണമെന്നാണ് നെതന്യാഹു ഇപ്പോൾ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അതായത് മിസൈൽ ആക്രമണമടക്കം ഇറാനെതിരെ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണം എന്നാണ് നെതന്യാഹു പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രണ്ടുപേരും തമ്മിൽ ഏതാണ്ട് 2 മണിക്കൂറോളം, നെതന്യാഹുവും ട്രംപും തമ്മിൽ ഏതാണ്ട് 2 മണിക്കൂറോളം ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിൽ അസ്വാരസ്യങ്ങൾ നിരവധിയുണ്ടായി എന്നും വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. യുദ്ധം വേണമെന്ന് ആരംഭിക്കണമെന്ന് നെതന്യാഹു പറയുമ്പോൾ ഇറാന് ഒരവസരം കൂടി നൽകണം എന്നാണ് ഇപ്പോൾ ട്രംപിന്റെ അവകാശവാദം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലതരത്തിലുള്ള അവകാശവാദങ്ങൾ, ആവശ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത തരത്തിലുള്ള നീക്കം ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴാണ് യുദ്ധം ആരംഭിച്ച ഈ 2 ലോക നേതാക്കൾ തമ്മിലുള്ള തർക്കം പരസ്യമാകുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ആകപ്പാടെ ആശയക്കുഴപ്പമാണോ ഇസ്രായേലിനും അമേരിക്കയ്ക്കും? രഞ്ജിത്ത്, ട്രംപ് ഊരാക്കുടുക്കിലായി എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു. കാരണം അടുത്ത ദിവസം യുദ്ധം എന്ന് ട്രംപ് പറയുകയും അടുത്ത ദിവസം യുദ്ധം ഉണ്ടാകാതിരിക്കുകയും വീണ്ടും അടുത്ത ദിവസം യുദ്ധം എന്ന് ട്രംപ് പറയുകയും അതിനടുത്ത ദിവസം യുദ്ധം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് സിറിയയിലേക്കും ലെബനനിലേക്കും യമനിലേക്കും ഒക്കെ തന്നെ ആക്രമണം ഇസ്രായേൽ ഒരു വശത്ത് നടത്തുന്നുണ്ട്. പക്ഷേ അമേരിക്ക ആകട്ടെ അങ്ങനെ പൂർണ്ണമായ തോതിലുള്ള യുദ്ധം എന്ന നിലയിലേക്ക് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം പോയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹുവും ട്രംപും തമ്മിൽ നടന്ന ചർച്ചയിൽ ചില അസ്വാരസ്യങ്ങളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ ആവശ്യം ഈ യുദ്ധം പൂർണ്ണതോതിലാക്കണമെന്നും യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ തുടരണമെന്നും ഉള്ള ആവശ്യമാണ്. പക്ഷേ അതിനോട് ട്രംപ് യോജിക്കുന്നില്ല. കാരണം അമേരിക്കയിൽ അത്ര കണ്ട് അനുകൂലമായ സാഹചര്യമല്ല ട്രംപിനുള്ളത്. ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ അബദ്ധമായി പോയി എന്ന് അമേരിക്കൻ ജനതയിൽ വലിയൊരു വിഭാഗം കരുതുന്നുണ്ട്. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ആയുധശേഷിയിൽ ഉണ്ടാകുന്ന കുറവ്, ഇസ്രായേലിനെ സഹായിക്കാൻ ചാടിപ്പുറപ്പെട്ട് അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത ഏതാണ്ട് 3 ലക്ഷം കോടിക്ക് മുകളിലേക്ക് ഇന്ത്യൻ രൂപയുടെ കണക്കെടുക്കുമ്പോൾ ആ തരത്തിലേക്ക് വലിയൊരു ഭീമമായ സംഖ്യയിലേക്കാണ് യുദ്ധച്ചെലവ് മാറിയിട്ടുള്ളത്.